ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആധാർ വോട്ടർ കാർഡ് ബന്ധിപ്പിക്കലിൽ സുപ്രീം കോടതി ഉത്തരവുകളുടെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. ആധാർ നൽകുന്ന UIDAയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശകൾ നടത്തും. ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തി. ബസന്ത് വിവരങ്ങൾ വേണ്ട. ബസന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്കാണ് പോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദുവിഷ, ആധാർ കാർഡ് വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിക്കുന്നത് ഈ ഇരട്ട വോട്ട് തടയുന്നതിനും അതോടൊപ്പം തന്നെ വ്യാജ വോട്ടുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ്. മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ബംഗാളിൽ നിന്നുമൊക്കെ വലിയ തോതിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആധാറുമായി ബന്ധപ്പെടുത്തി വോട്ടർ കാർഡിനെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം നടക്കുന്നത്. ഒരു തിരിച്ചറിയൽ കാർഡ് എന്നുള്ള നിലയ്ക്ക് ആധാറുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നിലവിലുള്ള സംവിധാനത്തിൽ ആളെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഇന്ന് ആഭ്യന്തര സെക്രട്ടറി, നിയമ സെക്രട്ടറി, അതോടൊപ്പം തന്നെ സവിശേഷ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്ന UIDAയിലെ CEOയുമായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗിരീഷ് കുമാർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സുപ്രീം കോടതി ഉത്തരവുകളുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട്. അത് ആധാർ അങ്ങനെ നിർബന്ധിക്കരുത് എന്നുള്ള തരത്തിലുള്ള സുപ്രീം കോടതി വിധി ഇപ്പോൾ നിലവിലുണ്ട്. അതേസമയം സർക്കാർ ആനുകൂല്യങ്ങൾക്കായി ആധാർ നൽകാമെന്നുള്ളതാണ് സുപ്രീം കോടതി വിധി. അപ്പോൾ സുപ്രീം കോടതി വിധിയും അതോടൊപ്പം തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളുമൊക്കെ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. UIDAI ഉദ്യോഗസ്ഥരുമായും ഇക്കാര്യം ചർച്ച നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ശരി. പി. ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.